Hi everyone, welcome to my income tax class. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ചർച്ച ചെയ്ത ഇൻകം ഫ്രം സാലറിയെ കുറിച്ചായിരുന്നു. സാലറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എങ്ങനെയാണ് ടാക്സ് കണക്കാക്കേണ്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന ഇൻകം ടാക്സിലെ രണ്ടാമത്തെ ഹെഡായ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വരുമാനം എന്തായിരിക്കും, അത് ടാക്സബിൾ ആയിരിക്കും. ആ കാര്യമാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഹൗസ് മാത്രമല്ല, മറ്റ് നമ്മളുടെ ബിൽഡിങ്ങുകളും അതോടൊപ്പം ആ ബിൽഡിങ്ങിനോട് ചേർന്ന് കിടക്കുന്ന ലാൻഡിൽ നിന്നുള്ള വരുമാനം പെടും. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിൽ പെടും. ആനുവൽ വാല്യൂന്റെ മുകളിലാണ് ഇത് കണക്കാക്കുന്നത്, ടാക്സ് കണക്കാക്കുന്നത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ടാക്സ് സെക്ഷൻ 22 മുതൽ 27 വരെയുള്ള ഹെഡ് 27 വരെയുള്ള സെക്ഷനിലാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയെ കുറിച്ച് വിശദമാക്കുന്നത്. നമുക്ക് അതിൽ സെക്ഷൻ 22 എടുക്കാം. ബേസിസ് ഓഫ് ചാർജ്. ദ ആനുവൽ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി കൺസിസ്റ്റ് ഓഫ് എനി ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പാർട്ടനന്റ് thereto of which the assessee is the owner and which is not used for the purpose of assessee's business or profession. assessee ഓണർ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് അതല്ലെങ്കിൽ ആ ബിൽഡിംഗുമായി ബന്ധപ്പെട്ട് കിടക്കും ലാൻഡിന്റെ ആനുവൽ വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണക്കാക്കുന്നത്. പക്ഷേ അത് എന്താവാൻ പാടില്ല, വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഓഫ് അസസി. അസസി ആ ബിൽഡിംഗ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നവരുത്, അയാളുടെ സ്വന്തം ബിസിനസിന് വേണ്ടി ഉപയോഗിക്കുന്നവരുത്. അങ്ങനെയാണെങ്കിൽ ഏതിൽ വരില്ല, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിൽ വരില്ല. അത് ഇൻകം ഫ്രം പ്രൊഫഷൻ ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിലേക്ക് മാറും. അങ്ങനെ അസസിയുടെ സ്വന്തം ബിസിനസിന് വേണ്ടി ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ആണെങ്കിൽ അത് എന്തിൽ വരില്ല, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരില്ല. ബിൽഡിംഗ് അസസിയുടെ സ്വന്തം ബിസിനസ്സിനല്ല, മറ്റ് ബിസിനസ്സുകാർക്ക് അസസി റെന്റിന് കൊടുത്തിരിക്കുകയാണെങ്കിൽ അത് ഏതിൽ വരും, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിൽ വരും. അപ്പൊ ബിസിനസ് ഹൗസ് ആവാം, അതല്ലെങ്കിൽ മറ്റ് ബിൽഡിങ്ങുകളാവാം, അതല്ലെങ്കിൽ ആ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ലാൻഡിൽ നിന്നുള്ള വരുമാനം ഏതിൽ വരും, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിൽ വരും. പക്ഷെ എന്താവരുത്, അസസി അത് സ്വന്തം ബിസിനസ് നടത്തുന്നതാവരുത്. ആ ബിൽഡിംഗ് അസസിയുടെ സ്വന്തം ബിസിനസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇതിൽ വരില്ല, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിൽ ഇത് വരില്ല. അപ്പൊ കണ്ടീഷൻസ് എന്തൊക്കെ നോക്കാം. അപ്പൊ ഇതിന് 3 കണ്ടീഷനാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന്, ദ പ്രോപ്പർട്ടി ഷുഡ് കൺസിസ്റ്റ് ഓഫ് എനി ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പാർട്ട്മെന്റ്. ദ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബിൽഡിംഗ് ആയിരിക്കണം. ബിൽഡിംഗ് മീൻസ് ഹൗസ് ആവാം, മറ്റ് ബിൽഡിംഗ് റൂമുകളായിരിക്കാം, അതല്ലെങ്കിൽ ലാൻഡ് അപ്പാർട്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു ലാൻഡ് ആയിരിക്കാം. രണ്ടാമത്തെ പോയിന്റ്, അതുമായി ബന്ധപ്പെട്ട ലാൻഡ് ആയിരിക്കണം. സെക്കൻഡ് പോയിന്റ്, ദ അസസി ഷുഡ് ബി ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടിയുടെ ഓണർ ആരായിരിക്കണം, അസസി ആയിരിക്കണം. തേർഡ് പോയിന്റ്, ദ പ്രോപ്പർട്ടി ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ദ അസസീസ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അസസിയുടെ ബിസിനസിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ആവരുത്. ഇപ്പൊ 3 കണ്ടീഷനായിട്ട് മെയിൻ ആയിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. കണ്ടീഷൻ ഒന്നെന്തായിരുന്നു, അതൊരു ബിൽഡിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ ലാൻഡ് അപ്പാർട്ട്മെന്റ്, അതുമായി ബന്ധപ്പെട്ട ബിൽഡിംഗുമായി ബന്ധപ്പെട്ട ഒരു ലാൻഡ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, അസസി അതിന്റെ ഓണർ ആയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ, അസസിയുടെ ബിസിനസ്സോ പ്രൊഫഷനോ നടത്തുന്ന ബിൽഡിംഗ് ആവരുത്. ഇങ്ങനെ 3 കണ്ടീഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ചില ഇൻകംസ് എക്സെപ്റ്റഡ് ആണ്. ആ എക്സെപ്റ്റഡ് ഇൻകംസ് ഏതൊക്കെ നമുക്ക് ആദ്യം നോക്കാം. എക്സംഷൻസ് റിഗാർഡിംഗ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഫസ്റ്റ് വൺ, ഇൻകം ഫ്രം ഫാം ഹൗസ് ഓർ അഗ്രികൾച്ചറൽ ബിൽഡിംഗ്. അഗ്രികൾച്ചറിന് വേണ്ടി ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ആണെങ്കിൽ അതെന്താണ്, എക്സെപ്റ്റഡ് ആണ്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്താണ്, എക്സെപ്റ്റഡ് ആണ്. ഫസ്റ്റ് പോയിന്റ്. അപ്പൊ കൃഷിയുമായി ബന്ധപ്പെട്ട ബിൽഡിംഗ് ആണെങ്കിൽ അതെന്തല്ല, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരില്ല, അത് എക്സെപ്റ്റഡ് ആണ്. സെക്കൻഡ് പോയിന്റ്, ആൻഡ് ദ ആനുവൽ വാല്യൂ ഓഫ് എനി വൺ പാലസ് ഓഫ് എക്സ് ഇന്ത്യൻ റൂളർ. എക്സ് ഇന്ത്യൻ റൂളറുടെ ഒരു പാലസ് എന്തിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്. രണ്ടാമതുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഒരു പാലസ് എന്തിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്. തേർഡ് പോയിന്റ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു ലോക്കൽ അതോറിറ്റി. അതുപോലെ തന്നെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പോലെയുള്ള അതോറിറ്റീസിന്റെ, ലോക്കൽ അതോറിറ്റീസിന്റെ ബിൽഡിംഗ്സ് എന്ന് വരുന്ന ഇൻകം എന്തെല്ലാം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, സയന്റിഫിക് റിസർച്ച് അസോസിയേഷൻ. സയന്റിഫിക് റിസർച്ച് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിംഗ് കിട്ടുന്ന ഇൻകം എന്തായിരിക്കും, എക്സെപ്റ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, എനി യൂണിവേഴ്സിറ്റി ഓർ അതർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിംഗ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബിൽഡിംഗ് ഒക്കെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്താണ്, എക്സെപ്റ്റഡ് ആണ്. രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻസ് ബിൽഡിംഗ്, രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയന്റെ ബിൽഡിംഗ്സ് എന്ന് വരുന്ന ഇൻകം അതെന്തെല്ലാം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, പ്രോപ്പർട്ടി ഹോൾഡിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ്. പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്താണ്, എക്സെപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ചാരിറ്റബിൾ ഓർ റിലീജിയസ് പർപ്പസിന് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് ബിലോങ്സ് ടു ചാരിറ്റബിൾ ഓർ റിലീജിയസ് പർപ്പസ്. ചാരിറ്റബിൾ റിലീജിയസ് പർപ്പസിന് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ എന്തിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി യൂസ്ഡ് ബൈ ദ അസസി ഫോർ ഹിസ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ. അസസി അയാളുടെ സ്വന്തം ബിസിനസ് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ അതെന്താണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് എക്സെപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ വൺ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ്. ഇൻകം ഫ്രം വൺ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ്. ഇൻകം ഒരു സെൽഫ് ഒക്യുപ്പൈഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്തായിരിക്കും,
accepted ആയിരിക്കും. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് taxable ആണ്. അത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. ഒരു സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് എന്താണ്, accepted ആണെന്ന കാര്യം ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമുക്ക് എങ്ങനെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഈ കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് നമുക്ക് രണ്ടായി തരംതിരിക്കാം. ലെറ്റ് ഔട്ട്, സെൽഫ് ഓക്യുപ്പൈഡ്. ഹൗസ് പ്രോപ്പർട്ടി ഒന്ന് ലെറ്റ് ഔട്ട് ചെയ്യുന്നു, വാടകയ്ക്ക് കൊടുക്കുന്നു, മറ്റത് സെൽഫ് ഓക്യുപ്പൈഡ് ആണ്, സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് തരംതിരിക്കാം. ആദ്യം ലെറ്റ് ഔട്ടിന്റെ എങ്ങനെയാണ് നമുക്ക് ടാക്സ് കണക്കാക്കുക എന്ന് നോക്കാം. അതിന് പ്രധാനമായി 3 സ്റ്റെപ്പാണുള്ളത്. ലെറ്റ് ഔട്ടിൽ വരുമ്പോൾ സ്റ്റെപ്പ് 1 കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ, സ്റ്റെപ്പ് 2 calculation of net annual value, സ്റ്റെപ്പ് 3 കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതിനുശേഷം എന്ത് കാണുന്നു, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണുന്നു. അപ്പോൾ സ്റ്റെപ്പ് 1 എന്തായിരുന്നു, GAV ഗ്രോസ് ആനുവൽ വാല്യൂ കാണാം. സ്റ്റെപ്പ് 2 NAV നെറ്റ് ആനുവൽ വാല്യൂ കാണാം. അതിനുശേഷം എന്ത് കാണാം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണാം, മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം, കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ. എങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ കാണാൻ നോക്കാം. GAV നമുക്ക് ഷോർട്ട് ഫോമിൽ പറയാം, GAV. ഗ്രോസ് ആനുവൽ വാല്യൂ കാണാനുള്ള ഫോർമുല എക്സ്പെക്റ്റഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ. ഇതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ കാണാനുള്ള ഫോർമുല. എങ്ങനെയാ, എക്സ്പെക്റ്റഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ. എക്സ്പെക്റ്റഡ് റെന്റും ആക്ച്വൽ റെന്റും തമ്മിൽ കമ്പയർ ചെയ്യും. അതിൽ ഏതാണോ കൂടുതൽ അതാണ് എന്തായിട്ട് എടുക്കുന്നത്, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. എനിക്ക് വീണ്ടും അടുത്ത കൺഫ്യൂഷൻ, ഈ എക്സ്പെക്റ്റഡ് റെന്റ് എന്താണെന്ന് അറിയണം. അപ്പൊ എക്സ്പെക്റ്റഡ് റെന്റ് കാണാനുള്ള ഫോർമുല നെക്സ്റ്റ് പറയുന്നത്, GAV കാണാനുള്ള ഫോർമുല എന്താ, expected rent ER or AR whichever is higher. expected rent or actual rent whichever is higher. expected rentum actual rentum നോക്കിയാൽ ഏതാണോ കൂടുതൽ അതാണ് എന്തായിട്ട് എടുക്കുക, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുക. ഇനി നമുക്ക് എക്സ്പെക്റ്റഡ് റെന്റ് എന്താണെന്ന് അറിയണം, ER എന്താണെന്ന് അറിയണം. ER കാണാനുള്ള ഫോർമുല മുനിസിപ്പൽ വാല്യൂ ഓർ ഫയർ റെന്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ. മുനിസിപ്പൽ വാല്യൂയും ഫയർ റെന്റൽ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യും. അതിൽ ഏതാണോ കൂടുതൽ അതാണ് എന്തായിട്ട് എടുക്കുക, എക്സ്പെക്റ്റഡ് റെന്റ് ആയിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് ഇനി മുനിസിപ്പൽ വാല്യൂ എന്താണെന്ന് അറിയണം. മുനിസിപ്പൽ വാല്യൂ MV മുനിസിപ്പൽ വാല്യൂ ഓർ FRV ഫയർ റെന്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ. ഇതിൽ ഏതാണോ കൂടുതൽ അതാണ് എന്തായിട്ട് എടുക്കുക, ER ആയിട്ട് എടുക്കുക. ER ആയിട്ട് എടുക്കുമ്പോൾ മുനിസിപ്പൽ വാല്യൂ എന്താണെന്ന് അറിയണം. മുനിസിപ്പൽ വാല്യൂ മീൻസ് ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഡിറ്റർമൈൻഡ് ബൈ ദ ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റി അവിടുത്തെ ആ ബിൽഡിങ്ങിന് ടാക്സ് കണക്കാക്കുന്നതിന് വേണ്ടി ചുമത്തുന്ന വാല്യൂ നമുക്ക് എന്ത് പറയാം, മുനിസിപ്പൽ വാല്യൂ എന്ന് പറയാം. പഞ്ചായത്ത് ആവാം, മുനിസിപ്പാലിറ്റി ആവാം, മറ്റു കോർപ്പറേഷൻ ആവും. അവർ അതിന്റെ ടാക്സ് കണക്കാക്കാൻ വേണ്ടി ഇടുന്ന വാല്യൂ ഉണ്ടായിരിക്കും. ആ വാല്യൂന് എന്ത് പറയുന്നത്, മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. ഫയർ റെന്റൽ വാല്യൂ മീൻസ് ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഇൻ ദ സെയിം ലൊക്കാലിറ്റി. ആ ലൊക്കാലിറ്റിയിൽ ആ വാല്യൂവിന് ഇത്ര രൂപ ഉണ്ടാവുന്ന ഒരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കും. ആ വാല്യൂവിനെ പറയുന്ന പേരാണിത് ഫയർ റെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. ആ പ്രദേശത്തെ ആ ബിൽഡിങ്ങിന് ഇത്ര രൂപ വരും എന്ന് ഏകദേശ ധാരണയുള്ള വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനെ പറയുന്ന പേരാണിത് ഫയർ റെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. ഈ രണ്ട് വാല്യൂവിൽ ഏതാണോ കൂടുതൽ അതാണ് എന്തായിട്ട് എടുക്കേണ്ടത്, ER ആയിട്ട് എടുക്കേണ്ടത്. ഇതെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതിൽ എന്തുകൂടി നോക്കണം, SR കൂടി നോക്കണം, സ്റ്റാൻഡേർഡ് റെന്റൽ വാല്യൂ കൂടി നോക്കണം. ER കണക്കാക്കുമ്പോൾ എന്തുകൂടി നോക്കണം, SR ഉണ്ടോ എന്നുകൂടി നോക്കണം. അത് സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ടോ നോക്കണം. സ്റ്റാൻഡേർഡ് മീൻസ് ഇറ്റ് ഈസ് റെന്റ് ഫിക്സ്ഡ് ബൈ ദ റെന്റ് കൺട്രോൾ ആക്ട്. റെന്റ് കൺട്രോൾ ആക്ട് ഫിക്സ് ചെയ്യുന്ന റെന്റിനെ പറയുന്ന പേരാണിത് സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും ER സ്റ്റാൻഡേർഡ് റെന്റിനേക്കാൾ കൂടാൻ പാടില്ല. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്തിരിക്കണം, കമ്പയർ ചെയ്തിരിക്കണം. അപ്പൊ ഇങ്ങനെ നമുക്ക് ER പറയാം. മുനിസിപ്പൽ വാല്യൂയും ഫയർ റെന്റൽ വാല്യൂയും ആദ്യം കമ്പയർ ചെയ്യുക. അതിൽ ഏതാണോ കൂടുതൽ അത് എടുക്കുക. അതിനുശേഷം സ്റ്റാൻഡേർഡ് റെന്റുമായി കമ്പയർ ചെയ്യുക. അതിൽ ഏതാണോ കുറവ് അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇപ്പൊ സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് റെന്റ് കനോട്ട് ബി മോർ ദാൻ ദ സ്റ്റാൻഡേർഡ് റെന്റ്. അതുകൊണ്ട് എക്സ്പെക്റ്റഡ് റെന്റ് ഒരിക്കലും സ്റ്റാൻഡേർഡ് റെന്റിനേക്കാൾ അധികമാവാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും MV മുനിസിപ്പൽ വാല്യൂയും ഫയർ റെന്റൽ വാല്യൂയും കമ്പയർ ചെയ്തതിന് ശേഷം സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ടെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യണം. സ്റ്റാൻഡേർഡ് റെന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കുറവ് വരുന്നത് അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്പെക്റ്റഡ് റെന്റ് ആയിട്ട് എടുക്കേണ്ടത്. സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുനിസിപ്പൽ വാല്യൂയും ഫയർ റെന്റൽ വാല്യൂയും കമ്പയർ ചെയ്യുന്നു. അതിൽ ഏതാണോ കൂടുതൽ അത് എടുക്കുക. ഇനി സ്റ്റാൻഡേർഡ് റെന്റ് അവിടെ ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ആ സ്റ്റാൻഡേർഡ് റെന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏതാണോ കുറവ് വരുന്ന എമൗണ്ട് ആണ് എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. റെന്റിന് കൊടുക്കുന്ന ബിൽഡിംഗ് വേക്കന്റ് ആയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. റെന്റിന് കൊടുക്കുന്ന ബിൽഡിംഗ് 2-3 മാസങ്ങൾ വേക്കന്റ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുക ആക്ച്വൽ റെന്റ് മാത്രമാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. വേക്കന്റ് വന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ റെന്റ് ആണ് എന്തായിട്ട് എടുക്കേണ്ടത്, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞത് ഇത്രയാണ്. ലെറ്റ് ഔട്ടിന് കൊടുത്ത പ്രോപ്പർട്ടിയുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണുമ്പോൾ 3 സ്റ്റെപ്പാണ്. ഒന്ന് GAV കാണണം, 2 NAV കാണണം, ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. GAV കാണാനുള്ള ഫോർമുലയാണ് ഞാൻ പറഞ്ഞത്, ER or AR വിച്ച് എവർ ഈസ് ഹയർ. അത് ഏതാണോ കൂടുതൽ അതാണ് എടുക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ER മനസ്സിലാക്കണം. ER കാണാൻ MV മുനിസിപ്പൽ വാല്യൂ ഓർ FRV ഫയർ റെന്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ.
സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ടെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് എവർ ഈസ് ലെസ്, അതിൽ ഏതാണോ കുറവ് അതാണ് എന്തായിട്ട് എടുക്കേണ്ടത്, സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ടെങ്കിൽ ഈ എക്സ്പെക്ടഡ് റെന്റ് ആയിട്ട് എടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൗസ് വേക്കന്റ് ആണെങ്കിൽ എപ്പോഴും ആക്ച്വൽ റെന്റ് ആണ് എന്തായിട്ട് മാറും, GAV ആയിട്ട് മാറും, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് മാറും. ആക്ച്വൽ റെന്റ് എന്തായിട്ട് മാറും, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് മാറും. എങ്ങനെ വന്നാൽ, ഹൗസ് വേക്കന്റ് വന്നാൽ. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കൊരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ. പർട്ടിക്കുലർസ് 3 എമൗണ്ട് കോളം ഹൗസ് 1, ഹൗസ് 2, ഹൗസ് 3. 3 ഹൗസുകളാണ് റെന്റിന് കൊടുത്തിരിക്കുന്നത്, ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ വാല്യൂസ് ആദ്യം പറയാം. ഫയർ റെന്റൽ വാല്യൂ നമുക്ക് ഷോർട്ട് ഫോമിൽ പറയാം FRV. ഫയർ റെന്റൽ വാല്യൂ 26,000, 55,000, then 86,000. then MV municipal value 30,000, 50,000, then 84,000. then standard rent first house in illa, second house in 48,000, then third in 90,000. then actual rent 33,000, 46,000, 84,000. ഇവിടെ നമ്മൾ 3 ഹൗസിന്റെ എന്ത് കാണും, ഗ്രോസ് ആനുവൽ വാല്യൂ കാണാം. നമുക്ക് ഫസ്റ്റ് ഹൗസിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ കാണാം. ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെ ഗ്രോസ് ആനുവൽ വാല്യൂ കാണാം. ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളൂ. ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ കാണാം എന്നുള്ളത്. എങ്ങനെയായിരുന്നു ഫോർമുല, എക്സ്പെക്ടഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ. എക്സ്പെക്ടഡ് റെന്റോ ആക്ച്വൽ റെന്റോ ഏതാണോ കൂടുതൽ അതാണ് എന്തായിട്ട് എടുക്കുക, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുക. എക്സ്പെക്ടഡ് റെന്റ് കാണാൻ വീണ്ടും നമ്മൾ ഫോർമുല പഠിച്ചു, MV or FRV വിച്ച് എവർ ഈസ് ഹയർ then compared to standard rent then whichever is less. ആദ്യം MVയും FRVയും കമ്പയർ ചെയ്യുക. അതിൽ ഏതാണോ കൂടുതൽ അതെടുക്കുക. അതിന് ഏതുമായിട്ട് കമ്പയർ ചെയ്യുക, സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ഏതാണോ കുറവ് അതാണ് എടുക്കേണ്ടത്. ബിക്കോസ് എക്സ്പെക്ടഡ് റെന്റ് കനോട്ട് ബി മോർ ദാൻ ദ സ്റ്റാൻഡേർഡ് റെന്റ്. ഒരിക്കലും എക്സ്പെക്ടഡ് റെന്റ് എന്തിൽ കൂടാൻ പാടില്ല, സ്റ്റാൻഡേർഡ് റെന്റിൽ കൂടാൻ പാടില്ല. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് ഉണ്ടെങ്കിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്. ആദ്യം നമ്മൾ ഫോർമുല എഴുതി, ഗ്രോസ് ആനുവൽ വാല്യൂ ഹൗസ് 1ന്റെ ഫോർമുല, ഹൗസ് 1 ആണ് നമ്മൾ ആദ്യം കാണുന്നത്. ഹൗസ് 1 ഹെഡിങ് കൊടുക്കുക. then gross annual value equal to expected ER or AR whichever is higher. then ER equal to MV or FRV whichever is higher. MV എത്രയാണ് ഇവിടെ, ER equal to MV എത്രയാണ് ഫസ്റ്റ് ഹൗസിന്റെ 30,000, FRV എത്രയാണ് ഫസ്റ്റ് ഹൗസിന്റെ 26,000, whichever is higher. അതിൽ ഏതാണോ കൂടുതൽ അത് എടുക്കുക. ഏതാണ് കൂടുതൽ, 30,000 ആണ് കൂടുതൽ. അവിടെ എന്തില്ല, സ്റ്റാൻഡേർഡ് റെന്റ് ഇല്ല. അപ്പോൾ എക്സ്പെക്ടഡ് റെന്റ് നമുക്ക് എന്താക്കി മാറ്റാം, എക്സ്പെക്ടഡ് റെന്റ് ഈക്വൽ ടു 30,000. ഇനി നമ്മൾ എന്ത് കാണണം, GAV കാണാനുള്ള ഫോർമുല എക്സ്പെക്ടഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ GAV ഈക്വൽ ടു എക്സ്പെക്ടഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ. എക്സ്പെക്ടഡ് റെന്റ് എത്രയാണ്, 30,000 ഓർ ആക്ച്വൽ റെന്റ് എത്രയാണ്, 33,000 വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ ഏതാണ് ഹയർ ഇവിടെ. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് എ ഫസ്റ്റ് ഹൗസ് ഈക്വൽ ടു 33,000. 33,000 ആണ് ഹയർ. അതിന് GAV ഈക്വൽ ടു എത്ര എഴുതാം, 33,000. നെക്സ്റ്റ് ഹൗസിലേക്ക് പോവാം. ഹൗസ് 2ന്റെ കാണാം. ഇതുപോലെ ഹൗസ് 2ന്റെ കാണാൻ ഫോർമുല കൊടുക്കുക. ഹൗസ് 2ന്റെ GAV കാണാൻ, GAV ഈക്വൽ ടു ER or AR വിച്ച് എവർ ഈസ് ഹയർ. ഇനി ER കാണാൻ MV or FRV വിച്ച് എവർ ഈസ് ഹയർ. MV എത്രയാണ് ഇവിടെ, 50,000 or 55,000 വിച്ച് എവർ ഈസ് ഹയർ. ഏതാണ് അവിടെ ഹയർ, 55,000 ആണ്. അവിടെ എന്തുണ്ട്, സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ട്. അപ്പോൾ ആ 55,000 ഏതുമായിട്ട് കമ്പയർ ചെയ്യണം, സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യണം. SR എത്രയാണ് അവിടെ, SR ഈക്വൽ ടു 48,000. അപ്പോൾ അതിൽ ഏതാണോ കുറവ് അതാണ് എടുക്കേണ്ടത്. 55,000ഉം 48,000 വീണ്ടും കമ്പയർ ചെയ്യുക. സ്റ്റാൻഡേർഡ് റെന്റ് ഫസ്റ്റ് കേസിൽ ഉണ്ടായിരുന്നില്ല, സെക്കൻഡ് കേസിലുണ്ട്, സെക്കൻഡ് ഹൗസിലുണ്ട്. അപ്പോൾ 55,000 ഏതുമായിട്ട് കമ്പയർ ചെയ്യണം, സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യണം. 55,000ഉം 48,000ഉം കമ്പയർ ചെയ്തിട്ട് അതിൽ ഏതാണോ കുറവ് അതാണ് എടുക്കേണ്ടത്. സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കുറവ്, 48,000 ആണ് കുറവ്. അപ്പോൾ നമുക്ക് ER എത്ര കിട്ടി, 48,000 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം, ഗ്രോസ് ആനുവൽ വാല്യൂ കാണണം. ഗ്രോസ് ആനുവൽ വാല്യൂ കാണാൻ ER or AR വിച്ച് എവർ ഈസ് ഹയർ. ഇവിടെ 48,000 or AR എത്രയാണ് അവിടെ സെക്കൻഡ് കേസിൽ, 46,000 വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ ഏതാണ് ഹയർ, 48,000 ആണ്. അപ്പോൾ സെക്കൻഡ് ഹൗസിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ എത്ര, 48,000. ഹൗസ് 3 നോക്കാം. ഹൗസ് 3 ഇതുപോലെ GAV കാണാൻ ER or AR വിച്ച് എവർ ഈസ് ഹയർ. ഇനി ER കാണാൻ MV or FRV വിച്ച് എവർ ഈസ് ഹയർ. ഇവിടെ MV എത്രയാണ് തേർഡ് കേസിൽ, 84,000. FRV എത്രയാണ്, 86,000 വിച്ച് എവർ ഈസ് ഹയർ. then 86,000 ആണ് ഹയർ. അവിടെ സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ടോ നോക്കുക, ഉണ്ട്. സ്റ്റാൻഡേർഡ് റെന്റ് എത്രയാണ്, 90,000 ആണ്. 90,000മായി കമ്പയർ ചെയ്യുക. 86,000നെ 90,000മായി SRമായി കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കുറവ്, 86,000 ആണ് കുറവ്. അതുകൊണ്ട് നമുക്ക് ഏതെടുക്കാം, എക്സ്പെക്ടഡ് റെന്റ് ഈക്വൽ ടു എത്രയാണ്, 86,000. ഇനി നമ്മൾ എന്ത് കാണണം, ഗ്രോസ് ആനുവൽ വാല്യൂ കാണാം. ഗ്രോസ് ആനുവൽ വാല്യൂ കാണാൻ ER or AR വിച്ച് എവർ ഈസ് ഹയർ. ER എത്രയാണ്, 86,000 or AR 84,000. AR എത്രയാണ്, 84,000 വിച്ച് എവർ ഈസ് ഹയർ. ഏതാണോ കൂടുതൽ അതാണ് എടുക്കേണ്ടത്. അപ്പോൾ എത്രയാണ് വരിക, 86,000. ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് തേർഡ് ഹൗസ് ഈക്വൽ ടു 86,000. അപ്പോൾ എങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ കാണാൻ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റെപ്പ് 1 ആണ് നമ്മൾ പഠിച്ചത്. നമ്മൾ സ്റ്റെപ്പ് 2ലേക്ക് പോകുന്നു. കാൽക്കുലേഷൻ ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ. എങ്ങനെയാണ് ഇനി നെറ്റ് ആനുവൽ വാല്യൂ കാണുക എന്നുള്ളതാണ്. നെറ്റ് ആനുവൽ വാല്യൂ ഈക്വൽ ടു ഗ്രോസ് ആനുവൽ വാല്യൂ മൈനസ് മുനിസിപ്പൽ ടാക്സ് പ്ലസ് അൺറിയലൈസ്ഡ് റെന്റ്.
ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മുനിസിപ്പൽ ടാക്സും അൺറിയലൈസ്ഡ് റെന്റും കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. മുനിസിപ്പൽ ടാക്സ് ഇനി ടെനന്റ് തന്നെ അടയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും കുറക്കാൻ പാടില്ല. അസസി അടക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ടുള്ളൂ? കുറയ്ക്കേണ്ടതുള്ളൂ. വാടകയ്ക്ക് കൊടുത്ത ആൾ തന്നെയാണ് ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ അസസിക്ക് ഒരിക്കലും അത് എന്ത് ചെയ്യാൻ കഴിയില്ല? കുറക്കാൻ കഴിയില്ല. ടെനന്റ് തന്നെ അടയ്ക്കുകയാണെങ്കിൽ, ടെനന്റ് അല്ല അടച്ചെങ്കിൽ എന്ത് ചെയ്യാം? അത് മൈനസ് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ തന്നെ ആയിരിക്കും എന്ത്? നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ നിന്ന് GAVയിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് ഇനി അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ചാൽ എന്ത് നമുക്ക് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. NAV ഈക്വൽ ടു GAV മൈനസ് മുനിസിപ്പൽ ടാക്സ് പ്ലസ് അൺറിയലൈസ്ഡ് റെന്റ്. അൺറിയലൈസ്ഡ് റെന്റും മുനിസിപ്പൽ ടാക്സും ഏതിന് മൈനസ് ചെയ്യണം? ഗ്രോസ് ആനുവൽ വാല്യൂ മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കാണാനുള്ള പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. ഫോളോയിങ് ഈസ് ദ ഡീറ്റെയിൽസ് ഓഫ് ഹൗസ് ഓൺ ബൈ മിസ്റ്റർ ഉണ്ണി. മുനിസിപ്പൽ വാല്യൂ 83,000 MV, that is 83,000. Fire rental value FRV 85,000. Monthly rent 7,000, that means actual rent. Municipal tax bracket given 50% paid by tenant, 10% of municipal value. Compute annual value. Annual value കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ ആനുവൽ വാല്യൂക്ക് എത്തണം. ആനുവൽ വാല്യൂ കാണണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കാണണം? ഫസ്റ്റ് സ്റ്റെപ്പ് ആയ GAV കാണണം, ഗ്രോസ് ആനുവൽ വാല്യൂ കാണണം. അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സും അൺറിയലൈസ്ഡ് റെന്റും കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടുന്നത്? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. നമുക്ക് ആദ്യം എന്ത് കാണാം? ഗ്രോസ് ആനുവൽ വാല്യൂ കാണാം. ഗ്രോസ് ആനുവൽ വാല്യൂ കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? ER or AR whichever is higher. എക്സ്പെക്ട് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് whichever is higher. അതാണ് എന്ത്? ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. എക്സ്പെക്ട് റെന്റ് കാണാൻ അതിൽ നമ്മൾ ആദ്യം എന്ത് കാണണം? എക്സ്പെക്ട് റെന്റ് കാണണം. എക്സ്പെക്ട് റെന്റ് കാണാൻ MV or FRV whichever is higher. മുനിസിപ്പൽ വാല്യൂയും FRVയും ഫയർ റെന്റൽ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യും. അതിൽ ഏതാണോ കൂടുതൽ അത് എടുക്കും. അതിനുശേഷം സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യും. സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ടെങ്കിൽ കമ്പയർ ചെയ്തതിൽ ഏതാണോ കുറവ് അതാണ് എടുക്കേണ്ടത് ER ആയിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം GAV കാണാം. GAV ഈക്വൽ ടു ER or AR whichever is higher. Then ER ഈക്വൽ ടു MV or FRV whichever is higher. MV ഇവിടെ എത്രയാണ്? 83,000. FRV എത്രയാണ്? 85,000. whichever is higher ഏതാണ് വലുത്? 85,000 ആണ്. അപ്പൊ 85,000 എഴുതി. സ്റ്റാൻഡേർഡ് റെന്റ് ഇവിടെ ഉണ്ടോ? സ്റ്റാൻഡേർഡ് റെന്റ് ഇല്ല. അപ്പോൾ ER എത്രയായിട്ട് നമ്മൾ എടുക്കാം? ER നമ്മൾക്ക് എത്രയായിട്ട് എടുക്കാം? 85,000 ആയിട്ട് എടുക്കാം. നമ്മൾ എന്ത് കാണണം? ആക്ച്വൽ റെന്റ്. ആക്ച്വൽ റെന്റുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യണം. ERനെ കമ്പയർ ചെയ്യണം. ആക്ച്വൽ റെന്റ് ഇവിടെ എത്രയാണ്? മന്ത്ലി റെന്റ് 7,000 എന്ന് പറയുന്നുണ്ട്. 7,000 into 12 how much? 84,000. 7,000 into 12 84,000. അതാണ് ആക്ച്വൽ റെന്റ്. ഗ്രോസ് ആനുവൽ വാല്യൂ ഈക്വൽ ടു 85,000 or 84,000 whichever is higher. എക്സ്പെക്ട് റെന്റ് കിട്ടി 85,000. ആക്ച്വൽ റെന്റ് എത്രയാണ്? 7,000 into 12 how much? 84,000. ER or AR whichever is higher ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ. 84,000 or 85,000 whichever is higher. 85,000. ഗ്രോസ് ആനുവൽ വാല്യൂ എത്ര കിട്ടി നമുക്ക്? 85,000 കിട്ടി. 85,000ൽ നിന്ന് ഗ്രോസ് ആനുവൽ വാല്യൂ നിന്ന് മുനിസിപ്പൽ ടാക്സും അൺറിയലൈസ്ഡ് റെന്റും കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടുന്നത്? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടുന്നത്. ആനുവൽ വാല്യൂ കിട്ടുന്നത് ഇവിടെ അൺറിയലൈസ്ഡ് റെന്റ് ഇല്ല. എന്തുണ്ട്? മുനിസിപ്പൽ ടാക്സ് പറയുന്നുണ്ട്. മുനിസിപ്പൽ ടാക്സ് 10% ഓഫ് മുനിസിപ്പൽ വാല്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെ 50% ആരടച്ചിരിക്കുന്നു? ടെനന്റ് അടച്ചിരിക്കുന്നു. ബാക്കി 50% മാത്രമാണ് അസസിക്ക് അപ്പോൾ കുറക്കാൻ കഴിയുകയുള്ളൂ. മൊത്തം ടാക്സിന്റെ പകുതി ആരടച്ചിട്ടുണ്ട്? ടെനന്റ് അടച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അത് നമുക്ക് ടാക്സ് എത്ര വരും നോക്കാം. മുനിസിപ്പൽ ടാക്സ് എത്ര വരും നോക്കാം. MVയുടെ 10% കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. മുനിസിപ്പൽ വാല്യൂവിന്റെ 10%. മുനിസിപ്പൽ വാല്യൂ എത്ര നോക്കൂ. മുനിസിപ്പൽ വാല്യൂ 83,000 ആണ്. 83,000ൽ 10% എന്ന് പറയുമ്പോൾ 8,300 വരും. 8,300ന്റെ പകുതി ആരടച്ചിരിക്കുന്നു? ടെനന്റ് അടച്ചിരിക്കുന്നു. അതോ 4,150 ടെനന്റ് അടച്ചിട്ടുണ്ട്. ബാക്കി മാത്രമാണ് അസസിക്ക് ഇവിടെ കുറയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എത്രയാണ് അത് വരിക? 8,300ന്റെ പകുതി മാറ്റിയാൽ ബാക്കി പകുതി എത്ര വരിക? 4,150. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ നിന്ന് മുനിസിപ്പൽ ടാക്സ് ആയിട്ട് എത്ര മൈനസ് ചെയ്യേണ്ടത്? 4,150. എന്തുകൊണ്ടാണ് 4,150 മൈനസ് ചെയ്ത്? 50% ആരടച്ചിരിക്കുന്നു? ടെനന്റ് അടച്ചിരിക്കുന്നു. അപ്പോൾ 85,000 നിന്ന് 4,150 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 80,850. ഇതാണ് എന്ത്? നെറ്റ് ആനുവൽ വാല്യൂ. അപ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ ഈക്വൽ ടു 80,850. അപ്പൊ എങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂം നെറ്റ് ആനുവൽ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യാൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണുമ്പോൾ 3 സ്റ്റെപ്പ് ആണുള്ളത്. ആദ്യം എന്ത് കാണണം? ഗ്രോസ് ആനുവൽ വാല്യൂ കാണണം. രണ്ടാമത് എന്ത് കാണണം? നെറ്റ് ആനുവൽ വാല്യൂ കാണണം. മൂന്നാമത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണണം. അപ്പോൾ തേർഡ് സ്റ്റെപ്പിലേക്ക് പോവാൻ നമുക്ക്. കാൽക്കുലേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സാധാരണ നമ്മൾ സാലറിയിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉള്ള പോലെ തന്നെ ഇവിടെയും എന്തുണ്ട്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. ആനുവൽ വാല്യൂയിൽ നിന്ന് താഴെ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം? അസസിക്ക് ടാക്സ് കാണുമ്പോൾ മൈനസ് ചെയ്യാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണുമ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ്, എ സം ഈക്വൽ ടു 30% ഓഫ്
ആനുവൽ വാല്യൂ ആസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ആനുവൽ വാല്യൂ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് അസസിക്ക് മൈനസ് ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ്, ഇൻട്രസ്റ്റ് ഫോർ ദ പ്രീവിയസ് ഇയർ ഓൺ ലോൺ ടേക്കൺ ഫോർ ദ പർപ്പസ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്. ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രീവിയസ് ഇയറിൽ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാം, അസസിക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് മൈനസ് ചെയ്യാം. തേർഡ് പോയിന്റ്, 1/5 ഓഫ് ദ ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ ഓർ പ്രീ അക്വിസിഷൻ പീരീഡ്. അഥവാ ബിൽഡിംഗ് റെന്റിന് കൊടുക്കുന്നതിന് മുന്നേ പ്രീ അക്വിസിഷൻ പീരീഡിൽ, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ 5 ഭാഗങ്ങളാക്കിയ ഒരു ഭാഗത്തെ അസസിക്ക് എന്ത് ചെയ്യാം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. 1/5 ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെ 5 ഭാഗങ്ങളാക്കി ഓരോ ഭാഗത്തെയാണ് ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്ത് പോകാൻ കഴിയുക. അപ്പോൾ 3 ഡിഡക്ഷനാണ് മെയിൻ ആയിട്ടുള്ളത്. 30% ഓഫ് ആനുവൽ വാല്യൂ, ദെൻ പ്രീവിയസ് ഇയർ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ എടുത്ത ലോണിന്റെ മൊത്തം ഇൻട്രസ്റ്റ് കണ്ട് അതിന്റെ 1/5 എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാനും കഴിയും. പിന്നെ 3 ഡിഡക്ഷൻ ആണ് ഇതിലുള്ളത്. സെക്ഷൻ 24 അനുസരിച്ച് ഡിഡക്റ്റ് ചെയ്യാൻ കഴിയുക. നമുക്കൊരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. Standard rent 26,000, municipal value 23,000, fire rental value 24,000, monthly rent 2,000, municipal tax 1,000, vacancy period 2 months, unrealized rent 2,000. The assessee has taken loan rupees 50,000 on 1st January 2016 for the construction of house at an interest of rupees 8%. The construction was completed on 1st July 2018. 50% of the loan was repaid on 31st March 2019. ഇത്ര ഇൻഫോർമേഷൻ നമുക്ക് തന്നിരിക്കുന്ന ഈ ഇൻഫോർമേഷൻ വെച്ച് നമ്മൾ എന്ത് പറയുന്നു, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണാൻ പറയുന്നു. അതിൽ എല്ലാ കാര്യങ്ങളും അവിടെ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് റെന്റ് ഉണ്ട്, മുനിസിപ്പൽ വാല്യൂ ഉണ്ട്, എല്ലാ ഗ്രോസ് ആനുവൽ വാല്യൂ കാണാനുള്ള എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വേക്കന്റ് തന്നിട്ടുണ്ട്. എത്ര മന്ത്സ് ഹൗസ് വേക്കന്റ് ആണ്, 2 months ഹൗസ് വേക്കന്റ് ആണ്. ഞാൻ ഓൾറെഡി ഗ്രോസ് ആനുവൽ വാല്യൂ കാണുമ്പോൾ ഒരു പ്രത്യേക നോട്ട് പറഞ്ഞിരുന്നു. ഹൗസ് വേക്കന്റ് ആണെങ്കിൽ എന്താ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എന്താണ് എടുക്കേണ്ടത്, ആക്ച്വൽ റെന്റ് ആണ് എന്തായിട്ട് എടുക്കേണ്ടത്, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെ എന്തിന്റെ ആവശ്യമില്ല, മുനിസിപ്പൽ വാല്യൂ ഇയാൾ കാണേണ്ട ആവശ്യം ഇവിടെ ഇല്ല. മുനിസിപ്പൽ വാല്യൂയും ഫയർ റെന്റൽ വാല്യൂയും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഹൗസ് വേക്കന്റ് വന്നാൽ നമ്മൾ എന്തായിട്ട് എടുക്കും, ആക്ച്വൽ റെന്റിന് എന്തായിട്ട് എടുക്കണം, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് കിട്ടും, ഡയറക്റ്റ് നമുക്ക് എന്ത് എഴുതാം, ഗ്രോസ് ആനുവൽ വാല്യൂ ഈക്വൽ ടു എന്ത് എഴുതാം, ആക്ച്വൽ റെന്റ് എഴുതാം. പക്ഷെ അതിനുശേഷമുള്ള സെന്റൻസുകൾ നമ്മൾ കറക്റ്റ് വായിച്ചു നോക്കണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്, അസസി 50,000 ലോൺ എടുത്തിട്ടുണ്ട്. എന്നാണ് ലോൺ എടുത്തത്, 1/1/2016 8% ഇൻട്രസ്റ്റിനാണ് ലോൺ എടുത്തത്. ആ പണി എന്ന് പൂർത്തിയായിരിക്കുന്നു. 1st July 2018 ആ പണി എന്തിരിക്കുന്നു, ആ ബിൽഡിംഗ് വർക്ക് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ആ ലോണിന്റെ 50% 31/3/2019 ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അടച്ചിട്ടുമുണ്ട്. അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. മുകളിൽ ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. പർട്ടിക്കുലേഴ്സ് 2 എമൗണ്ട് കോളം, ഗ്രോസ് ആനുവൽ വാല്യൂ ഡയറക്റ്റ് നമുക്ക് എടുത്തെഴുതാം. ഏത് തന്നെയാണ്, ആക്ച്വൽ റെന്റ് ആണ്. ആക്ച്വൽ റെന്റ് എത്രയാണ്, മന്ത്ലി റെന്റ് കൊണ്ട് കാണാം. അവിടെ 2,000 into 10, 12 മൾട്ടിപ്ലൈ ചെയ്ത് 2 മാസം എന്താണ്, വേക്കന്റ് ആണ്. 2,000 into 10 ഹൗ മച്ച്, 20,000. അതാണ് എന്തായിട്ട് എടുക്കേണ്ടത്, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ആക്ച്വൽ റെന്റ് അതാണ് 2,000 into 10. 12 അല്ല, എന്തുകൊണ്ട് 12 അല്ലാത്തത്, 2 മാസം വേക്കന്റ് ആയിരുന്നു. 2,000 into 10 20,000 ആണ് എന്ത് കിട്ടുന്നത്, ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടുന്നത്. അതിൽ നിന്ന് മൈനസ് ചെയ്യണം, മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്യുക. അതുപോലെ തന്നെ അൺറിയലൈസ്ഡ് റെന്റ് മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ആനുവൽ വാല്യൂ കിട്ടും. മുനിസിപ്പൽ ടാക്സ് എത്രയാണ്, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 1,000. അൺറിയലൈസ്ഡ് റെന്റ് എത്രയാണ്, 2,000. അപ്പൊ 20,000 നിന്ന് 1,000 2,000 മൈനസ് നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. നെറ്റ് ആനുവൽ എത്രയാണ്, അപ്പോൾ നമുക്ക് 70,000. ഇനി അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. 3 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉള്ളത്. ഏതൊക്കെയാണത്, 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ആനുവൽ വാല്യൂ നിന്ന് 30% മൈനസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ കൊടുത്ത ഇൻട്രസ്റ്റിനെ 5 ഭാഗങ്ങളാക്കി അതിൽ ഒരു ഭാഗം എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാനും കഴിയും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആനുവൽ വാല്യൂ കണ്ടു, എത്രയാണ്, 17,000 കണ്ടു. ഈ 17,000 ഫസ്റ്റ് ഡിഡക്ഷൻ കൊടുക്കാം നമുക്ക് 30%. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%. 17,000 30% കാണാം. ഹൗ മച്ച്, 5,100. 17,000 into 30/100 5,100. അതിനുശേഷം നമുക്ക് എന്ത് കുറയ്ക്കാം, ഇൻട്രസ്റ്റ് കൊടുക്കാം. ഇൻട്രസ്റ്റ് കുറയ്ക്കാം. പ്രീവിയസ് ഇയർ ഇൻട്രസ്റ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, കുറയ്ക്കാൻ കഴിയും. പ്രീവിയസ് ഇയർ ഇൻട്രസ്റ്റ് അടച്ചിട്ടുണ്ടാവും. 80% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. അതിൽ 31/3/2019 ആകുമ്പോൾ എന്ത് അടച്ചിട്ടുണ്ട്, 50% അടവിൽ ചെന്നിട്ടുണ്ട്. അഥവാ ബാക്കി ഇനി എത്ര ഉണ്ടാവുള്ളൂ അവിടെ അടയ്ക്കാൻ, 25% അടയ്ക്കാൻ ഉണ്ടാവുകയുള്ളൂ. 50,000 ആണ് ലോൺ എടുത്തിരുന്നത്. അതിന്റെ 50% ഓൾറെഡി എന്ത് ചെയ്തിരിക്കുന്നു, അടച്ചിരിക്കുന്നു. ബാക്കി ഇനി അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര അടച്ചിട്ടുണ്ടാവുക, 25,000ന്റെ എത്ര ശതമാനം, 8% അടച്ചിട്ടുണ്ടാവുക. 25,000 into 8/100 അതാണ് പ്രീവിയസ് ഇയറിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഹൗ മച്ച്,
25,000 ഇൻറ്റു 8/100 2000. ഇനി ഒരു ഇൻട്രസ്റ്റ് കൂടി നമുക്ക് കുറയ്ക്കാം. ഫസ്റ്റ് മുതൽ 2016 മുതൽ 2018 ജൂലൈ വരെയുള്ള ഇൻട്രസ്റ്റ് അടച്ചതിന്റെ മൊത്തം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതും അതിന്റെ 1/5 എന്ത് ചെയ്യാം, കുറക്കാൻ കഴിയും. അപ്പൊ പ്രീവിയസ് ഇയറിലെ ഇൻട്രസ്റ്റ് കാണാൻ നമുക്ക് ഇങ്ങനെ കാണാം. 1/1/2016 ടു 31st ജൂലൈ 2018 എത്ര മാസം വരും നോക്കുക. 1/1/2016 ടു 1st ജൂലൈ 2018 പണി കംപ്ലീറ്റ് ആവുന്നത്. അതുവരെയുള്ള മൊത്തം ഇൻട്രസ്റ്റ് എത്രയും നോക്കാൻ എത്ര മാസം വരുന്നുണ്ട് നോക്കുക. 2016 ജനുവരി മുതൽ 2018 ജൂലൈ വരെയുള്ള മാസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര മാസം വരുന്നുണ്ട്? 27 മന്ത്സ് വരുന്നുണ്ട്. പ്രീ കൺസ്ട്രക്ഷൻ 1/5 ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ആണ്. ആ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് കാണുമ്പോൾ 1/1/2016 ടു 1st ജൂലൈ 2018 ഇത് കംപ്ലീറ്റ് ആവുന്നത്. പക്ഷെ ജൂലൈയിൽ 18 മാർച്ചിലാണ് ആ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത്. മാർച്ചിലേക്കാണ് അതിന് മന്ത്സ് നോക്കേണ്ടത്. ഇപ്പോൾ 1/1/2016 മുതൽ 31/3/2018 വരെ എത്ര മാസമുണ്ട് നോക്കുക. 1/1/2016 മുതൽ 31/3/2018 വരെ. 1/1/2016 മുതൽ ആ വർഷം അവസാനിച്ചാൽ 12 മാസമായി. 2017 അവസാനിക്കുമ്പോൾ 24 മാസമായി. പിന്നെ 2018 മാർച്ചിലേക്കാണ് നോക്കേണ്ടത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പൊ 24 3 27 മാസമാണ് ഉണ്ടാവുക. 1/1/2016 ടു 31st മാർച്ച് 2018 നോക്കേണ്ടത്. പ്രീവിയസ് ഇയറിൽ എന്നാണോ അവസാനിക്കുന്നത് അതിന്റെ മാർച്ചിലേക്കാണ് നോക്കേണ്ടത്. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് ഇൻട്രസ്റ്റ്? 50,000 ഇൻറ്റു 8/100 ഇൻറ്റു 27/12. ഹൗ മച്ച്? നമുക്ക് 9,000 കിട്ടും. 9,000 1/5 ആണ് നമുക്ക് ഇവിടെ കുറക്കാൻ കഴിയുക. 9,000 ഇൻറ്റു 1/5 ഹൗ മച്ച്? 1,800. ഇപ്പോൾ 1,800 എന്ത് ചെയ്യാം, നമുക്ക് പ്രീവിയസ് ഇൻട്രസ്റ്റ് നമുക്ക് കുറക്കാൻ കഴിയും. ഇപ്പോൾ മൊത്തം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 5,100 വന്നു. അതുപോലെ പ്രീവിയസ് ഇൻട്രസ്റ്റ് 2,000 വന്നു. പിന്നെ 1/5 ഓഫ് ഇൻട്രസ്റ്റ് എത്ര വന്നു? 1,800 വന്നു. ടോട്ടൽ എത്ര വരുന്നത്? 8,900. അപ്പൊ 17,000 നിന്ന് എത്ര മൈനസ് ചെയ്യാം? 8,900 മൈനസ് ചെയ്യാം. ബാക്കി എത്ര നമുക്ക് വരും? 8,100. അതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ടാക്സബിൾ ആവുക. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഈക്വൽ ടു ഹൗ മച്ച്? 8,100. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിൽ എങ്ങനെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആദ്യം നമ്മൾ പ്രധാനമായും 3 സ്റ്റെപ്പാണെന്ന് മനസ്സിലായി. GAV കാണണം, ആനുവൽ വാല്യൂ കാണണം, പിന്നെന്ത് കാണണം? ഹൗസ് പ്രോപ്പർട്ടി കാണണം. GAV കാണാൻ എക്സ്പെക്ടഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ. എക്സ്പെക്ടഡ് റെന്റ് കാണാൻ മുനിസിപ്പൽ വാല്യൂ ഓർ ഫയർ റെന്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ. ദെൻ കമ്പയർ ടു സ്റ്റാൻഡേർഡ് റെന്റ് വിച്ച് എവർ ഈസ് ലെസ്. സ്റ്റാൻഡേർഡ് റെന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കുറവ് അതാണ് എടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ എന്ത് കാണണം? ആനുവൽ വാല്യൂ കാണണം. ആനുവൽ വാല്യൂ കാണാൻ GAVയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? മുനിസിപ്പൽ ടാക്സും അൺറിയലൈസ്ഡ് റെന്റും മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആനുവൽ വാല്യൂ കിട്ടും. ആനുവൽ വാല്യൂ പ്രധാനമായും 3 ഡിഡക്ഷൻസ് ആണുള്ളത്. ഒന്ന് 30% ഓഫ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ദെൻ പ്രീവിയസ് ഇയർ ഇൻട്രസ്റ്റ്, ദെൻ 1/5 ഓഫ് പ്രീ കൺസ്ട്രക്ഷൻ പീരിയഡിലെ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാൻ കഴിയും. ഐ ഹോപ്പ് ദാറ്റ് everyone understood this topic. We will meet again in the next topic with the next class. Okay, bye. Thank you.